ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചനത്തിൻ്റെ സ്വസ്ഥത അനുഭവിക്കാൻ ചേർന്ന് വന്നിരിക്കുന്ന നമ്മോട് ദൈവം പരിശുദ്ധാത്മാവിലൂടെ തുടർന്നും ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ യോഗത്തിന് നേതൃത്വം നൽകുന്ന നമുക്കേറെ പ്രിയപ്പെട്ട തീത്തോസ് തിരുമേനി, നാളത്തെ കുടുംബ സംഗമത്തിൽ നമുക്ക് വേണ്ടതായ പ്രബോധനം നൽകുന്ന പ്രിയപ്പെട്ട ജേക്കബ് തോമസ് അച്ഛൻ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന അച്ഛന്മാരെ, സുവിശേഷകരെ, സഹോദരങ്ങളെ, 20ാമത് കുന്നംകുളം സെൻറ്റർ കൺവെൻഷൻ്റെ ഭാഗമാവുന്നതിന് എനിക്ക് അവസരം നൽകിയതിൽ പ്രിയപ്പെട്ട തിരുമേനിയോടും തിരുമേനിക്ക് വേണ്ടി ഔപചാരികമായി എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട ഷൈമോൻ അച്ഛനോടും ഈ കൺവെൻഷൻ്റെ എല്ലാ ചുമതലക്കാരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കൂടുതൽ ഔപചാരികതകളോ ഉപചാരങ്ങളോ മുഖസ്തുതികളോ ഒന്നുമില്ലാതെ നാം എന്തിനാണോ ഈ വചനകൂടാരത്തിലായിരിക്കുന്നത് നമുക്ക് അതിനായി ഒരുങ്ങാം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങളാണ് നാം ഇന്നലെയും ഇന്നുമായി ധ്യാനിക്കാൻ ആഗ്രഹിച്ചത്. ഇന്നലെ നമ്മൾ 1-ാമത്തെ വാക്യം ധ്യാനിച്ചു. ഇന്ന് 2-ാമത്തെ വാക്യം. അത് മുഴുവനായി ഞാൻ ഒന്നുകൂടെ വായിക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവോർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഉടയവനും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, കാൽവറിയിലൂടെ നീ ഞങ്ങളെ വീണ്ടെടുക്കുകയും ആ വീണ്ടെടുപ്പിൻ്റെ ബന്ധത്തിലൂടെ, കാൽവറിയിലെ രക്തത്തിലൂടെ നീ ഞങ്ങളെ ഒരേ രക്തബന്ധത്തിൻ്റെ അവകാശികളാക്കി തീർത്തതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആ വലിയ സാഹോദര്യം മനുഷ്യ രക്തത്തിൽ അധിഷ്ഠിതമായ ബന്ധത്തെ കവിയുന്നതാണെന്നും നിന്റെ രക്തത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന രക്തബന്ധത്തെ അതിൻ്റെ എല്ലാ പവിത്രതയോടും സൂക്ഷിപ്പാനും ആഘോഷിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ആ രക്തബന്ധമാണ് ഞങ്ങളെ ഇന്ന് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഓർമ്മ എല്ലായ്പ്പോഴും ഞങ്ങൾക്കുണ്ടാവുന്നതിന് സഹായിക്കണമേ. കർത്താവേ, നിന്റെ വചനം ഞങ്ങൾക്കെന്നും സൗഖ്യദായകമായിരുന്നു. നിന്റെ വചനത്തിലൂടെയുള്ള സന്തോഷവും സമാധാനവും സൗഖ്യവും സമൃദ്ധിയും പ്രത്യാശയും നിന്റെ വരവിനെക്കുറിച്ചുള്ള ഏറിയ നിശ്ചയവും ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. വചനം ഞങ്ങൾക്കിന്ന് സത്യമായി ഭവിക്കണമേ. വചനത്തിലൂടെ നീ ഞങ്ങളെ പുതുക്കണമേ. വചനത്തിലൂടെ നീ ഞങ്ങളെ മുറിക്കണമേ. വചനത്തിലൂടെ നീ ഞങ്ങളെ സംയോജിപ്പിക്കണമേ. വചനത്തിലൂടെ നീ ഞങ്ങളെ ശക്തീകരിക്കണമേ. വചനത്തിലൂടെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അങ്ങനെ നീ ഞങ്ങൾക്കിന്ന് വചനമായി ഭവിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ആമേൻ. ഇന്നലെ നാം ഒരുമിച്ച് ചിന്തിച്ചത്
ബുദ്ധിയുള്ള ആരാധന, ലോജിക്കൽ വർഷിപ്പ്. എന്താണ് ബുദ്ധിയുള്ള ആരാധന? ആരാധനയിൽ യാതൊരു തരത്തിലും ബുദ്ധി ഉപയോഗിക്കരുതെന്ന് പറയുന്നത് അതിബുദ്ധിയുടെയും കുരുട്ടുബുദ്ധിയുടെയും ലക്ഷണമാണ്. ദൈവത്തെ വിറ്റ് കാശാക്കുന്നത്, ദൈവത്തെ ആദായമാർഗമാക്കുന്നത്, ദൈവത്തിൻ്റെ പേരിൽ വിക്രിയകൾ ചെയ്താൽ അത് വിക്രിയയാണെന്ന് ജനം തെറ്റിദ്ധരിക്കരുത്. മറിച്ച് പറയുന്നതെല്ലാം ജനം അതുപോലെ വിശ്വസിക്കണം. അതിനുള്ള എളുപ്പ വഴി ആരാധനയിൽ ബുദ്ധി ഉപയോഗിക്കരുത് എന്ന് പറയുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ളത് നരബലി മേഖലയിലാണ്. മറ്റ് പലയിടത്തും ജോലി കുറയുന്നെങ്കിലും ആളുകൾ പുതിയ പുതിയ ജോലി കണ്ടെത്തുകയാണ്. എന്തുകൊണ്ടാണ് മനുഷ്യർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ നിർബന്ധിക്കപ്പെടുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ. തിരുമേനി പറഞ്ഞതുപോലെ ഭക്തിയിൽ, മതത്തിൽ യുക്തി വേണ്ട എന്ന് വല്ലാതെ മനുഷ്യർ വാശി പിടിക്കുകയാണ്. ഇങ്ങനെ മതത്തിൽ ബുദ്ധി ഉപയോഗിക്കാതെ ഇരുന്നാൽ ലാഭം മതത്തിൻ്റെ നേതാക്കൾക്കാണ്. അതുകൊണ്ട് ആരാധന ബുദ്ധിയുള്ളതായിരിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുക. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമ്മൾ ബുദ്ധിപൂർവം ജീവിക്കുന്നവരാ. ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും ബുദ്ധി ഉപയോഗിക്കുകയും ആരാധനയിൽ അത് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഒരുതരം കൗശലമാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, വർഷിപ്പ് worthy of sensible beings, worship worthy of thinking beings. ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന സവിശേഷമായ സിദ്ധിയാണ് ചിന്തിക്കാനും വിചാരണയിൽ ഏർപ്പെടാനും വിലയിരുത്താനും വിവേചിക്കാനുമുള്ള കഴിവ്. അതുകൊണ്ട് 19-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ സകല സൃഷ്ടിയും ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, പകൽ പകലിനെ വാക്കുപൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല. ശരിയാണ്, സകല സൃഷ്ടിയും ദൈവത്തെ ആരാധിക്കുന്നു. എന്നാൽ സകല സൃഷ്ടിയും ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ് മനുഷ്യൻ്റെ ആരാധന. കാരണം ഇതര ജീവജാലങ്ങൾക്ക് ദൈവം നൽകിയിട്ടില്ലാത്ത സവിശേഷ ബുദ്ധി മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ആരാധനയ്ക്കായി വരുമ്പോൾ ദൈവം നൽകിയിരിക്കുന്ന സകല ദാനങ്ങളെയും കൊണ്ടുവരണം. ആ ദാനത്തിൽ ബുദ്ധിയും ഉൾപ്പെടും. എന്താണ് വർഷിപ്പ് വർതി ഓഫ് തിങ്കിങ് ബീയിങ്സ്, സെൻസിബിൾ ബീയിങ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? ഈ 12-ാം അധ്യായം അതിൻ്റെ തുടക്കത്തിൽ മലയാളത്തിൽ അത് അത്ര വ്യക്തമല്ലെങ്കിലും നമ്മൾ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, therefore I urge you. അതുകൊണ്ട്, എന്തുകൊണ്ട്? പൗലോസ് അപ്പോസ്തലൻ എല്ലായ്പ്പോഴും തൻ്റെ വാദങ്ങൾ നിരത്തുന്നത് ദൈവം നമുക്ക് വേണ്ടി ക്രിസ്തുവിൽ ചെയ്ത കാര്യങ്ങളെ പരിശുദ്ധാത്മാവിലൂടെ ആദ്യം ഓർപ്പിച്ചിട്ടാണ്, അതിനോട് പ്രതികരിക്കാനാണ് എപ്പോഴും വിശ്വാസ സമൂഹത്തോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവം ക്രിസ്തുവിൽ നമുക്ക് തന്നിരിക്കുന്ന പാപമോചനം, രക്ഷ, നിത്യജീവൻ, ഉയിർപ്പ്, ഈ വലിയ പ്രത്യാശ, ദാനം, ഇതിനെക്കുറിച്ചുള്ള ഓർമ്മയോടുള്ള പ്രതികരണമാണ് ആരാധന. എന്തെങ്കിലും കിട്ടാനല്ല, എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ദാനം അവൻ എനിക്ക് നൽകിക്കഴിഞ്ഞു. അതുകൊണ്ട് therefore I urge you.
അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. 2, ദൈവത്തെ ആരാധിക്കുമ്പോൾ, ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ മുഴുവനായി കൊണ്ടുവരിക. ഏതെങ്കിലും ഒരു കഴിവ് വീട്ടിൽ വെച്ചിട്ടല്ല ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കേണ്ടത്. ബ്രിങ് ഓൾ യുവർ ഫാക്കൽറ്റീസ്. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന മുഴുവൻ കഴിവും, അതിൽ ബുദ്ധി മാറ്റി നിർത്തരുത്. മറ്റൊന്ന്, ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തെയാണ് ആരാധിക്കുന്നതെന്ന കോൺഷ്യസ് ആയിട്ട് വേണം ദൈവത്തെ ആരാധിക്കാൻ. മനുഷ്യനും ഇതര ജീവജാലങ്ങളും തമ്മിലുള്ള വ്യത്യാസം, നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിലൊക്കെയുള്ള മൃഗങ്ങൾ, പക്ഷികൾ, അവർ വളരെ ഇമ്പൾസീവാണ്. അവർ ശരീരത്തിൻ്റെ ചോദനകൾക്കനുസരിച്ച് ജീവിക്കുന്നവരാണ്. എന്നാൽ മനുഷ്യൻ ശരീരത്തിൻ്റെ ചോദന അനുസരിച്ചല്ല, ശരീരത്തിൽ ദൈവം തന്നിരിക്കുന്ന ചൈതന്യം തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നവരാ. വി ആർ കോൺഷ്യസ് ബീയിങ്സ്, നോട്ട് ഇംപൾസീവ് ബീയിങ്സ്. അതുകൊണ്ട് നിങ്ങൾ ആരാധിക്കുമ്പോൾ ബുദ്ധിയോടെ വേണം ദൈവത്തെ ആരാധിക്കാൻ. ബുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കണം. ഇന്നലെ നമ്മൾ പറഞ്ഞു, ശരീരത്തെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഴുവൻ ആളത്വത്തെയും കൊണ്ടുവരിക എന്നാണ് അർത്ഥം. കാരണം വി ലിവ് ഇൻ ബോഡീസ്. നമ്മൾ ഈ ലോകത്തെ അനുഭവിക്കുന്നതും നമ്മൾ ഈ ലോകത്തിൽ സന്നിഹിതമായിരിക്കുന്നതും ശരീരത്തിലൂടെയാണ്. ഈ ലോകത്തോട് നമ്മൾ സംവദിക്കുന്നത്, ഈ ലോകത്തോട് ഇടപെടുന്നത്, നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരോട് നമ്മൾ സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത്, ഇറ്റ് ഈസ് ത്രൂ മൈ ബോഡി. അതുകൊണ്ട് എൻ്റെ ശരീരം എന്തിലെല്ലാം ഇടപെടുന്നുവോ അതിനെ മുഴുവനായി കുരിശിനോട് ചേർത്ത് വെക്കണം. ഇന്നലെ നമ്മൾ പറഞ്ഞു, അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂലഭാഷയിലെ അർത്ഥം ചേർത്ത് വയ്ക്കുക എന്നാണ്. സോ ബോഡി ഈസ് നോട്ട് സംതിങ് ടു ബി അഷെയിംഡ് ഓഫ്. ശരീരം എന്നത് ലജ്ജിക്കാനുള്ളതല്ല, അത് ഉയർക്കാനുള്ളതാ. അതുകൊണ്ട് തന്നെ ഉടൽ ഉരിഞ്ഞു കളഞ്ഞല്ല ഉടയവനെ കാണുന്നത്, ഈ ഉടലോടെ ഞാൻ അവനെ കാണും. അതുകൊണ്ട് ശരീരത്തെക്കുറിച്ച് ലജ്ജിക്കരുത്, ശരീരത്തെക്കുറിച്ച് നാണിക്കരുത്. ഈ ശരീരത്തെ, ആണാവട്ടെ, സവർണ ശരീരമാവട്ടെ, ദളിത ശരീരമാവട്ടെ, അവർണ ശരീരമാവട്ടെ, ഏത് ശരീരമായാലും ഈ ശരീരം അശുദ്ധമല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ലജ്ജിക്കരുത്. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കുരിശിൽ നാഥൻ്റെ ശരീരത്തോട് നിങ്ങൾ ചേർത്ത് വയ്ക്കണം. എങ്ങനെയാണ് ഇതിനെ സമർപ്പിക്കേണ്ടത്? ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി. അതിൻ്റെ ചില കാര്യങ്ങളൂടെ ഇന്നത്തെ ധ്യാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്നത് 2-ാമത്തെ വാക്യം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഡു നോട്ട് ബി കൺഫോംഡ് ടു ദ വേൾഡ്. അതിൻ്റെ മറ്റൊരു ആംഗലേയ പരിഭാഷ, ഡു നോട്ട് കോപ്പി ദ ബിഹേവിയർ ആൻഡ് കസ്റ്റംസ് ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ പെരുമാറ്റങ്ങളും ശീലങ്ങളും അനുഷ്ഠാനങ്ങളും നിങ്ങൾ അനുകരിക്കരുത്. ഈ ലോകത്തെ നിങ്ങൾ അനുകരിക്കരുത്. ഈ ലോകം എന്നത് പറയുമ്പോൾ അതിൽ പ്രത്യേകമായും മനുഷ്യരെന്ന നിലയിൽ നാം മനുഷ്യ സമൂഹത്തെക്കുറിച്ചാണ് അവിടെ അർത്ഥമാക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ നാളെ പൂച്ചയെ അനുകരിക്കരുതെന്നോ, നിങ്ങൾ നാളെ കുരങ്ങനെ അനുകരിക്കരുതെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ നായയെ അനുകരിക്കരുതെന്നോ അങ്ങനെ അല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ മനുഷ്യനെയും മനുഷ്യൻ പാർക്കുന്ന അവൻ്റെ വ്യാവഹാരിക ലോകത്തെയും കുറിച്ചാണ്. നിങ്ങൾ ലോകത്തിന് അനുരൂപമാകരുത്. ഇവിടെ
നമ്മൾ അടുത്ത വാക്യത്തിൽ കാണുന്നുണ്ട് രൂപാന്തരം, അനുരൂപം. ഇവിടെ രണ്ടിടത്തും പൊതുവായിട്ടുള്ള ഒരു വാക്ക് രൂപം എന്ന ഒരു വാക്കാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ നമ്മുടെ പുതിയ നിയമം മറ്റൊരു ഭാഷയിലാണ് എഴുതിയത്. ആ ഭാഷയിൽ രൂപം എന്നതിന് രണ്ട് വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് നമ്മുടെ ഈ ബാഹ്യമായ രൂപം, അത് നമ്മുടെ ലുക്കാവാം, നമ്മുടെ നിറമാവാം, ശരീരത്തിൻ്റെതായിരിക്കുന്ന ചില പ്രത്യേകതകളാവാം. ഇങ്ങനെ ബാഹ്യമായി പുറമേ മനുഷ്യർക്ക് കാണാവുന്ന ഒരു രൂപം. നമ്മളൊരു ഇപ്പോഴത്തെ ഒരു ന്യൂജൻ ഭാഷയിലൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഹാർഡ്വെയർ നമുക്ക് പുറമേയൊക്കെ നോക്കിയാൽ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററോ അങ്ങനെയൊക്കെ കാണുന്ന, അല്ലെങ്കിൽ മൊബൈലിൻ്റെ സ്ക്രീനോ അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നാൽ അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. മറ്റൊരു രൂപമുണ്ട്, അത് സോഫ്റ്റ്വെയറാണ്. നിങ്ങളുടെ ബാഹ്യ രൂപത്തെ പ്രവർത്തനക്ഷമമാക്കുന്ന മറ്റൊന്ന് ഈ രൂപത്തിനുള്ളിലുണ്ട്. നമുക്ക് പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ വേണമെങ്കിൽ അതിനെ ആന്തരിക മനുഷ്യനെന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം. ഞാൻ അതിൻ്റെ ആ വാക്കുകളുടെ ഒരു മോർഫോളജിയിലേക്കൊന്നും പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ അനുരൂപപ്പെടരുത് ലോകത്തോട് എന്ന് പറയുമ്പോൾ ഏതൊക്കെ തരത്തിൽ നമുക്ക് ഈ അനുരൂപപ്പെടുക എന്ന വാക്കിനെ മനസ്സിലാക്കാം? എളുപ്പത്തിൽ ഓർക്കാൻ കഴിയുന്നത്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഈ ലോകത്തിൻ്റെ മനുഷ്യൻ അവന് എന്ത് കഴിക്കുമെന്നും എന്ത് കുടിക്കുമെന്നും എന്ത് ഉടുക്കുമെന്നുമുള്ള വിചാരമാണ്. ഇപ്പം എന്ത് കഴിക്കുമെന്നുള്ളതൊന്നും നമ്മുടെ പ്രശ്നമല്ല, ഏത് കഴിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എന്തുടുക്കും എന്നത് ഇപ്പോഴത്തെ ആരുടെയും പ്രശ്നമല്ല, എന്തെങ്കിലും ഉടുത്ത് കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ. അപ്പോൾ കഴിക്കുന്നതിനെക്കുറിച്ചും കുടിക്കുന്നതിനെക്കുറിച്ചും ഉടുക്കുന്നതിനെക്കുറിച്ചും മാത്രം വ്യാകുലപ്പെടുന്ന ഒരു മനുഷ്യൻ. അവിടെ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് കഴിക്കുമെന്ന നിങ്ങൾ വ്യാകുലപ്പെടുന്നത്, നിങ്ങൾ എന്ത് ഉടുക്കുമെന്നാണ് നിങ്ങൾ എപ്പോഴും ഭാരപ്പെടുന്നത്, നിങ്ങൾ എന്ത് കുടിക്കുമെന്നാണ് നിങ്ങൾ വിചാരപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ വിചാരപ്പെടലിൻ്റെയും വ്യാകുലപ്പെടലിൻ്റെയും വ്യാധിയുടെയും പ്രധാന വിഷയങ്ങൾ ഭക്ഷണവും പാനീയവും വസ്ത്രവുമാണ്. എന്നാൽ കർത്താവ് പറയുന്നുണ്ട്, ആഹാരത്തെക്കാൾ വലിയതാണ് ജീവൻ, ഉടുപ്പിനേക്കാൾ വലിയതാണ് ശരീരം. അതുകൊണ്ട് താരതമ്യേന നിസ്സാരമായ കാര്യങ്ങളെ ഓർത്ത് ശരീരത്തെക്കുറിച്ച് വിചാരപ്പെടുന്നതിനേക്കാൾ വസ്ത്രത്തെക്കുറിച്ചും ജീവനേക്കാൾ കൂടുതലായി കഴിക്കുന്ന ആഹാരത്തെക്കുറിച്ചും വിചാരപ്പെടുന്ന ഒരു ലോകത്തെ ചൂണ്ടിക്കാണിച്ചിട്ടാവണം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിൻ്റെ വിചാരങ്ങളിൽ അകപ്പെട്ടു പോകരുത്. അതിൻ്റെ അർത്ഥം കഴിക്കുന്നതിനെക്കുറിച്ച് വിചാരപ്പെടരുതെന്നോ കുടിക്കുന്നതിനെക്കുറിച്ച് വിചാരപ്പെടണ്ടെന്നോ അത് മോശം കാര്യമാണോ എന്നല്ല. 3 നേരം കഴിക്കാൻ ആഹാരമുള്ളവർക്ക് ചിലപ്പോൾ അതൊരു വലിയ വിചാരപ്പെടലല്ലായിരിക്കാം. എന്നാൽ അടുത്ത നേരം ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് അത് അതിൽ തന്നെ മോശമാണ് എന്ന അർത്ഥത്തിലല്ല. ഞാൻ ഓർക്കുന്നു, കുറച്ചു നാൾ മുമ്പ് വായിച്ച ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ രസകരമായ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു അച്ഛൻ ഒരു സ്ഥലത്ത്, ആഫ്രിക്കയിലെ ഒരു സ്ഥലത്ത് ഒരു പള്ളിയിൽ പ്രസംഗിക്കുക. അപ്പം അവരോട് പറയാണ്, നിങ്ങളെല്ലാം ദാസന്മാരെ പോലെ ശുശ്രൂഷ ചെയ്യണം. അപ്പോൾ അതിൽ നിന്ന് ഒരു സ്ത്രീ പ്രസംഗത്തിനിടയ്ക്ക് എഴുന്നേറ്റ് പറഞ്ഞു, സൗകര്യപ്പെടത്തില്ല. അപ്പം അങ്ങനെ തിരിച്ചു പറഞ്ഞ് നമുക്കൊരു ശീലമില്ലല്ലോ. നമുക്കങ്ങനെ ഒരു ശീലമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് അതിനുവേണ്ടി പ്രത്യേക സന്ദർഭങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. സൗകര്യപ്പെടത്തില്ല എനിക്ക് ദാസനാവാൻ. അപ്പോൾ ഈ അച്ഛന് വലിയ അത്ഭുതം തോന്നി, ചോദിച്ചു, അതെന്താ? അതെ, അച്ഛന് ദാസനാവുക എന്ന് പറയുന്നത് ഒരു റെറ്ററിക്കാണ്.
ഞങ്ങൾ നൂറ്റാണ്ടുകളായി ദാസന്മാരാ, അതുകൊണ്ട് ഞങ്ങൾക്കിനി ദാസനാവാൻ സൗകര്യപ്പെടില്ല. എന്നിട്ട് ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്, കർത്താവ് പറഞ്ഞിട്ടില്ലേ, ഐ കോൾ യു നോ ലോങ്ങർ സെർവൻസ് ബട്ട് ഫ്രണ്ട്സ്, ക്യാൻ വി ബി ഫ്രണ്ട്സ്? അതുകൊണ്ട് ദാസനാവാൻ സൗകര്യപ്പെടില്ല, നമുക്ക് സ്നേഹിതരാവാൻ സാധിക്കുമോ? ആ പുസ്തകം അങ്ങനെയാണ് അതിൻ്റെ പ്രമേയം ചർച്ച ചെയ്ത് മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് കഴിക്കുന്നതിനെക്കുറിച്ച് വിചാരപ്പെടരുത് എന്ന് പറയുമ്പോൾ അടുത്ത നേരം കഴിക്കാൻ ഭക്ഷണമില്ലാത്തവർക്ക് അതൊരു പ്രശ്നമാണ്. അതിനെ മറന്നുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. എന്നാൽ ജീവിതം എന്ന് പറയുന്നത് മുഴുവൻ ആഹാരമാണെന്നും ശരീരം സമം വസ്ത്രമാണെന്നും ധരിക്കരുത്. ആ വിചാരത്തിലേക്ക് നിങ്ങൾ വഴുതി പോകരുത്. അങ്ങനെയുള്ള വിചാരങ്ങളിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. ഒരു പക്ഷെങ്കിൽ ഈ ലോകത്തിന് അനുരൂപമാകരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ കഴിക്കാനും കുടിക്കാനും ഉടുക്കാനും എന്തു കിട്ടും എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു മനുഷ്യ പ്രകൃതം അങ്ങനെ ആകരുത് എന്ന അർത്ഥത്തിലായിരിക്കാം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതിന് കൊടുക്കാവുന്ന മറ്റൊരു സാധ്യത 1 യോഹന്നാൻ 2:16 പറയുന്നുണ്ട്. എന്താണ് ഈ ലോകത്തിൻ്റെ ചില പ്രത്യേകതകൾ? ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, പവർ, പൊസിഷൻ ആൻഡ് പൊസഷൻ, സുഖം, സന്തോഷം, സമ്പത്ത്. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപപ്പെടരുത്. ഈ ലോകമെന്നത് ജഡത്തിൻ്റെ മോഹങ്ങളും നയനാനന്ദകരമായ കാര്യങ്ങളും ഭൗതികമായ ചില അനുഗ്രഹങ്ങളും മാത്രം ചിന്തിക്കുമ്പോൾ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. നിങ്ങൾ അങ്ങനെ ആകരുത്. ഡു നോട്ട് ബി കൺഫോംഡ് ടു ദ വേൾഡ്. ഈ നമ്മുടെ ചുറ്റുപാടുകളിൽ അങ്ങനെയുള്ള പ്രവണതകൾ വർദ്ധിച്ചു വരികയാണ്. ഏത് തരത്തിലും ആരുടെ കാലുവാരിയാണെങ്കിലും സ്ഥാനമുറപ്പിക്കണം, ആരുടെ കഞ്ഞിയിൽ മണ്ണ് പെറുക്കിയിട്ടിട്ടാണെങ്കിലും സമ്പത്ത് കൂട്ടണം, ആരെല്ലാം കരഞ്ഞാലും എനിക്ക് സുഖമുണ്ടാവണം. ലസ്റ്റ് ഓഫ് ഫ്ലഷ്, ലസ്റ്റ് ഓഫ് ഐസ് ആൻഡ് ലസ്റ്റ് ഓഫ് പ്രൈഡ്. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകരുത്. മറ്റൊരു വിധത്തിൽ നമുക്കതിനെ ഒന്ന് കാണാൻ ശ്രമിച്ചാലോ? നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ് ദാവീദ്, അല്ലേ? ദാവീദാണ് ആദ്യമായി ഒരു കൊട്ടേഷൻ കൊലപാതകം നടപ്പിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരാളെ സ്കെച്ച് ചെയ്തു. ആരെയാ? ഊരിയാവിനെ. അപ്പോൾ എങ്ങനെയാണ്, നമ്മുടെ വിചാരം കണ്ണൂരാണ് ആദ്യത്തെ കൊട്ടേഷൻ കൊലപാതകം നടക്കുന്നത്. അങ്ങനല്ല. ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ അതിന് എങ്ങനെയാണ് അധികാരത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും പോലീസും കോടതിയും ഒക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരുത്തനെ ശരിയാക്കിയെടുക്കുക, ഇത് സമർത്ഥമായി ചെയ്ത് പ്രയോഗിച്ച ഒരാളാണ് ദാവീദ്. എന്നാൽ ഈ ദാവീദ് രാജാവാകുന്നതിന് മുൻപ് ഊരിയാവിനെയൊക്കെ കൊന്ന് ഒരു വില്ലനായി ഇസ്രായേൽ ചരിത്രത്തിൽ നിൽക്കുന്നതിന് മുൻപ് മറ്റൊരു ദാവീദുണ്ട്. ഈ ദാവീദ് ഒരു ഇടയ ചെറുക്കനാണ്. അപ്പോൾ ആ നാട്ടിൽ ഒരാൾ ഇങ്ങനെ എല്ലാ ദിവസവും ഇസ്രായേലിൻ്റെ അതിർത്തി പ്രദേശത്ത് വന്നിട്ട് ഇസ്രായേലിനെ കുറിച്ചും ഇസ്രായേലിൻ്റെ ദൈവത്തെക്കുറിച്ചുമൊക്കെ അസഭ്യം പറയും. ആദ്യമൊക്കെ വലിയ വിഷമമായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അത് ശീലമായി. ഇന്നെന്താ ഗോലിയാത്ത് വരാത്ത എന്നായി. കാരണം എല്ലാ ദിവസവും അതിലൊരു 2 എണ്ണം കേട്ടില്ലെങ്കിൽ, കാരണം അത് ഡെയിലി അങ്ങ് കേട്ട് ശീലമായിപ്പോയി. എന്നാൽ ഉളിപ്പുള്ള ഒരാളുണ്ടായിരുന്നു ഇസ്രായേലിൽ. ആ മനുഷ്യൻ്റെ പേരാണ് ദാവീദ്. ദാവീദ് ഒരു ദിവസം ചെന്ന് ശൗൽ രാജാവിനോട് പറഞ്ഞു, എനിക്ക് ഗോലിയാത്തിനെ കൊല്ലണം.
മൊത്തത്തിലൊന്ന് നോക്കി, അവൻ്റെ ഭൂമിശാസ്ത്രവും സാമൂഹിക ശാസ്ത്രവും ഒക്കെ ഒന്ന് നോക്കിയപ്പോൾ പറഞ്ഞു, എടാ ചെറുക്ക, നീ വീട്ടിൽ പോ. ഇപ്പോഴത്തെ പിള്ളേരുടെ ന്യൂജൻ ഭാഷയെ പറഞ്ഞാൽ നീ പടമാവും മോനെ, നീ വീട്ടിൽ പോ. കാരണം ഗോലിയാത്ത് ആരാന്നാ നിന്റെ വിചാരം? ഇവൻ അങ്ങനല്ല, ഇവന് കൊന്നേ പറ്റൂ, എനിക്ക് കൊല്ലണം. എന്തായാലും ഈ ചെറുക്കൻ ചാവാൻ തീരുമാനിച്ചു. അപ്പോൾ ശൗല് പറഞ്ഞു, ഇവനെ ഒന്ന് തിരിച്ചറിയാൻ നല്ലത് ഒരു ഹെൽമെറ്റ് പോലൊരു സാധനമൊക്കെ കൊടുത്തു വിട്ടാൽ ഇവൻ്റെ ബോഡി വരുമ്പം, പണ്ട് ഹെൽമെറ്റ് കമ്പൽസറി ആക്കിയപ്പോൾ ഒരു ട്രോള് വന്നായിരുന്നു. എന്തിനാണ്? കാരണം ആ കമ്പൽസറി ആക്കിയതിൻ്റെ പിറ്റേ ദിവസം ഹെൽമെറ്റ് വെച്ച ഒരാൾ അപകടത്തിൽ മരിച്ചു. അപ്പോൾ ട്രോൾ ഇറക്കിയ ആൾ പറഞ്ഞു, എന്തിനാണെന്നറിയാമോ ഹെൽമെറ്റ് കമ്പൽസറി ആക്കുന്നത്? മരിക്കാതിരിക്കാനല്ല, മരിച്ചാൽ നമ്മൾ ആരാ മരിച്ചതെന്ന് അറിയാൻ വേണ്ടിയാണ്. ഒരു പക്ഷെങ്കിൽ ഈ ട്രോള് ശൗലിൻ്റെ കാലത്തുണ്ടായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും ശൗൽ ഈ ചെറുക്കനെ ഇങ്ങ് വിളിച്ചു, എന്തായാലും നീ പടമാവാൻ പോവാ, നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ 1-2 സാധനങ്ങൾ തരാം. ഒന്ന്, തലയെ വെക്കാൻ ഒരു ഐറ്റം. അതെന്തിനാണ്? തിരിച്ചു വരുമ്പോൾ ഒന്ന് കണ്ടാൽ മനസ്സിലാവണമല്ലോ, അന്ന് ആധാർ കാർഡൊന്നുമുള്ള കാലമല്ല, അതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റൂല. അതുകൊണ്ട് ശരി. പിന്നെ വെറുതെ ഗോലിയാത്തിന് അലുവ കണ്ടിക്കുന്ന പോലെ കണ്ടിക്കാതിരിക്കാനോടൊരു പടച്ചട്ട. പിന്നെ വെറുതെ ഒരു വഴിക്ക് പോകുന്നതിൽ ഒരു ഡെക്കറേഷന് ഒരു വാളൂടെ കയ്യിലിരിക്കട്ടെ, പ്രയോജനമൊന്നും ഉണ്ടായിട്ടല്ല, വെറുതെ ഒരു ഐറ്റം. ഇതെല്ലാം കൂടെ തൊപ്പിയും വെച്ച് പടച്ചട്ടയിട്ട് വാളും എല്ലാം കൂടെ എടുത്തപ്പോഴത്തേക്ക് ദാവീദ് അങ്ങ് താഴെ പോയി. കാരണം ഇതൊന്നും താങ്ങാനുള്ള കെൽപ്പ് ആ ശരീരത്തിനില്ല. ദാവീദ് കുന്തം എല്ലാം കൂടെ ഊരി തിരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് നമുക്ക് പറ്റിയ ഐറ്റം അല്ല. ഈ ശിവകേരയുടെ ഒരു പുസ്തകമുണ്ട്, യു ക്യാൻ വിൻ. അത് നമ്മുടെ ഷൈമോനച്ചൻ്റെ സ്വകാര്യ ശേഖരത്തിലെ ഒരു പുസ്തകമാണ്. ഞാൻ ചോദിച്ചു, അച്ഛ എന്തിനാണ് വായിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, അച്ഛ നന്നാവാൻ വേണ്ടിയാണെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഈ നോട്ട് എഴുതാത്തവരും നന്നാവാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇന്നലെ തിരുമേനി നോട്ട് എഴുതാഞ്ഞതിൻ്റെ കാര്യം ഇപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത്. അപ്പോൾ ആ പുസ്തകത്തിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടപ്പം ദാവീദ് പറഞ്ഞു, ഇത് നമുക്ക് പറ്റൂല, ഒരു കൈ കൊടുത്തു. എന്നിട്ട് ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതെനിക്ക് ശീലമില്ല, ഐ ആം നോട്ട് യൂസ്ഡ് ടു ഇറ്റ്. ഉരി തിരിച്ചു കൊടുത്തിട്ട് പുള്ളി കല്ലും കവണയും എടുത്തു. വാസ്തവത്തിൽ ഈ ലോകത്തെ അനുകരിക്കരുത് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു തലമാണത്. നാം പലപ്പോഴും ശൗലിനെ പോലെയുള്ള ആളുകളെയാണ് മാതൃകയായി സ്വീകരിക്കുന്നത്. എങ്ങനെയാണ് ജീവിതത്തിൽ വിജയിക്കേണ്ടത്? അത് വാളുകൊണ്ടും പടച്ചട്ട കൊണ്ടും അല്ല യുദ്ധം ജയിക്കുന്നത്. ദൈവത്തോട് ചേർന്നാണ് ജീവിതത്തെ നേരിടേണ്ടതെന്ന് ദാവീദ് പഠിപ്പിക്കുക, അത് തിരിച്ചു കൊടുക്കുകയാണ്. ഡു നോട്ട് ബി കൺഫോംഡ് ടു ദ വേൾഡ്. നിങ്ങൾ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരെ, ശൗലിനെ പോലെയുള്ളവരെ നിങ്ങൾ അനുകരിക്കരുത്. അവർ പറഞ്ഞു തരുന്ന മാതൃക വാളിൻ്റെയും പടച്ചട്ടയുടെയും മാതൃകയാണ്. നിങ്ങൾക്ക് വേണ്ടത് ദൈവകൃപയുടെ മാതൃകയാണ്. പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ് ഗോഡ്സ് ഗ്രേസ്. ദൈവകൃപയുടെ പരിശീലനമാണ് നമ്മുടെ അനുദിന ജീവിതം. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപപ്പെടരുത്. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ അടുത്തതായി പറയുന്നത്, പിന്നെ നിങ്ങൾ എന്തോ ചെയ്യണം? ഓക്കെ, അനുരൂപപ്പെടണ്ട. പിന്നെ എന്താ ചെയ്യേണ്ടേ? നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പം അങ്ങനെ അല്ലാതെ രൂപാന്തരപ്പെടാമെന്നായിരിക്കണമല്ലോ അതിൻ്റെ അർത്ഥം. നിങ്ങൾ രൂപാന്തരപ്പെടണം എന്ന് പറഞ്ഞാൽ പോരെ, നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അതിൻ്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ, ഇത് കുന്നംകുളം ആയതുകൊണ്ട് ഞാൻ പ്രത്യേകമായി പറയുന്ന, സാധാരണ മറ്റു സ്ഥലത്താണ് ഞാൻ ഇംഗ്ലീഷ് പരിഭാഷകൾ കൊണ്ടുപോകാറില്ല, അപ്പം ഇവിടെ ആവശ്യമായതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന അതിങ്ങനെയാണ്. ന്യൂ ലിവിങ് ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ്: ലെറ്റ് ഗോഡ് ട്രാൻസ്ഫോം യു ഇൻ ടു എ ന്യൂ പേഴ്സൺ ബൈ ചേഞ്ചിങ് ദ വേ യു തിങ്ക്. മാനസാന്തരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ മാനസാന്തരപ്പെടുത്തി ഒരു പുതിയ മനുഷ്യനാക്കാൻ പോകുന്നത് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്ന രീതി മാറ്റിയിട്ടാണ്. ലെറ്റ് ഗോഡ് ട്രാൻസ്ഫോം യു ഇൻ ടു എ ന്യൂ പേഴ്സൺ ബൈ ചേഞ്ചിങ് ദ വേ യു തിങ്ക്. മനസ്സ്
പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പോൾ ഈ രൂപാന്തരം എന്നതുകൊണ്ട് സാധാരണ നമ്മൾ അർത്ഥമാക്കുന്നത് ചില ദുശീലങ്ങൾ അവസാനിപ്പിക്കുക എന്നതാണ്. അത് അത്യാവശ്യമാണ്. മദ്യപാനം, പുകവലി, മറ്റ് ലഹരി വസ്തുക്കൾ, ഇതിൻ്റെ ഉപയോഗം അവസാനിപ്പിക്കുന്നത് മാനസാന്തരത്തിൻ്റെ കാര്യം. പക്ഷേ അത് സമം മാനസാന്തരം എന്ന് പറയരുത്. എന്നാൽ മാനസാന്തരം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി നമ്മുടെ മുഴുവൻ ചിന്താ പദ്ധതികളെയും മാറ്റുന്നതാണ്. യു പ്രാക്ടീസ് എ ന്യൂ വേ ഓഫ് തിങ്കിങ്. ഒരു പുതിയ രീതിയിൽ ചിന്തിച്ചു തുടങ്ങുക. ഇതിനെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന പേര് വീണ്ടും ജനനമെന്ന, ബോൺ അഗെയിൻ എന്ന് പറഞ്ഞാൽ തിങ്ക് അന്യൂ എന്നും അതിന് അർത്ഥമുണ്ട്. എന്താണ് ഈ നമ്മുടെ ഈ മനസ്സ് പുതുക്കി, നമ്മുടെ ചിന്താരീതികളെ പുതുക്കി മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മൾ സാധാരണ ദൈവത്തിന് എന്തു മാത്രമേ കൊടുക്കൂ? ഹൃദയം. അതാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അവിടെ വലിയ കാര്യമായ പ്രവർത്തനങ്ങളൊന്നും നടക്കാത്തൊരു, ആകെയുള്ളത് രക്തം പമ്പ് ചെയ്യുക. അത് നമ്മളെ ഒരു തരത്തിലും, നമ്മുടെ പേഴ്സിനെയോ നമ്മളെ ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു കാര്യം. ഭർത്താവിനായാലും കർത്താവിനായാലും നമ്മൾ എന്തു കൊടുക്കും? ഹൃദയം കൊടുക്കും. ഞാൻ എൻ്റെ ഹൃദയം. അതുകൊണ്ടാണ് വലിയ കാര്യമായിട്ടൊന്നും നമുക്ക് മാറ്റം സംഭവിക്കാത്ത കാരണം, നമ്മൾ ഹൃദയമേ കൊടുക്കും. ഞാൻ എപ്പോഴും വിചാരിക്കും, എന്താ ആളുകളാരും ഈ കിഡ്നി കൊടുക്കാത്തേ? ഞാൻ എൻ്റെ കിഡ്നി ദൈവത്തിന് കൊടുക്കുന്നു. എന്താ പറഞ്ഞാൽ എന്താ കുഴപ്പം? എന്തിനാണ് ഈ ഹൃദയം കൊടുക്കുന്നത്? അതിൻ്റെ ഉത്തരം അടുത്ത പ്രാവശ്യം കൺവെൻഷൻ വിളിക്കുകയാണെങ്കിൽ പറഞ്ഞുതരാം. മനസ്സ് പുതുക്കണം. രൂപാന്തരം എന്നത് മനസ്സ് പുതുക്കലിലൂടെയും സാധിക്കേണ്ട ഒന്നാണ്. ടു ചേഞ്ച് യുവർ തിങ്കിങ്. അല്ലെങ്കിൽ എന്നാ സംഭവിക്കും? ചെറുപ്പത്തിൽ ഞാൻ ഭയങ്കര വായനാശീലമുള്ള ആളായിരുന്നു. അതുകൊണ്ട് എൻ്റെ അമ്മ എനിക്ക് ബാലരമ, പൂമ്പാറ്റ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു തരും. നിങ്ങളൊക്കെ വലിയ ചാൾസ് ഡിക്കൻസും ഷേക്സ്പിയറും ഷെല്ലിയും ഒക്കെ വായിച്ചപ്പം നമ്മൾ ബാലരമ, പൂമ്പാറ്റ, അമർ ചിത്രകഥ, അപ്പം ഈ പറയാൻ പോകുന്ന കഥയ്ക്ക് ആ സ്റ്റാൻഡേർഡേ കാണൂ. ഈ കഥ പറഞ്ഞു വരുമ്പം നമ്മുടെയൊക്കെ സ്റ്റാൻഡേർഡിലുള്ള കഥയാവും. അത് ഒരു കുറുക്കൻ്റെ കഥയാണ്. കുറുക്കൻ രാജാവായ കഥയാണ്. നല്ല പരിചയമുണ്ട്. കുറുക്കനായതുകൊണ്ടാണെന്ന് തോന്നുന്നു വളരെ പെട്ടെന്ന് നല്ല പരിചയമുണ്ട് പലർക്കും. ഒരു ദിവസം കുറുക്കൻ ഇങ്ങനെ രാത്രി കാട്ടിലൂടെയൊക്കെ നടക്കുക. നടന്ന് ഏതോ ഒരു കുഴി വീണ് കരയ്ക്ക് കയറി പുള്ളിക്കൊന്നും പിടികിട്ടിയില്ല. ഏതോ വെള്ളത്തിൽ വീണു, ഇറങ്ങി നടന്നു. ഇങ്ങനെ നടന്ന് പോകുമ്പം ഓരോരുത്തരായിട്ട് ഈ കുറുക്കനെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളെ ഇങ്ങനെ ശരിക്കും ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ഒരു സംശയം തോന്നും. എല്ലാം മിസ്സായിട്ടുണ്ടോ, ഉദ്ദേശിച്ചതെല്ലാം ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ നമുക്കൊരു സംശയം വരും. അല്ല പിന്നെ എന്തിനാ ഇങ്ങനെ മനുഷ്യർ നോക്കുന്നേ? അല്ലേ? അപ്പോൾ ഒരു സംശയം, ഈ കുറുക്കൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി, ഇതെന്താ എന്നെ ഇങ്ങനെ എല്ലാവരും നോക്കുന്നേ? അപ്പോൾ ഈ നോക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വന്നു. അപ്പോൾ പുള്ളിക്ക് തന്നെ മനസ്സിലായി ഇതൊരു പ്രശ്നമല്ല, എന്തോ ഒരു നല്ല കാര്യമാണ്, ഒരു ശുഭലക്ഷണമാണ്. കാരണം എൻ്റെ ഫാൻസ് കൂടി വരിക. ഇങ്ങനെ ഫാൻസ് കൂടി വന്ന്, ഫാൻസ് കൂടി വന്ന് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരുത്തരായിട്ട് വന്ന് ഇങ്ങനെ വണങ്ങാൻ തുടങ്ങുന്നു, നമസ്കരിക്കാൻ തുടങ്ങുന്നു. അവസാനം ആ നാട്ടിലെ രാജാവായിരുന്നു ആര്? സിംഹമല്ല, സിംഹം. മനസ്സിലായോ? സിംഹം വന്നു. രാജാവേ വന്നാട്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറുക്കന് ഇതെന്തോ പറ്റി, ഞാൻ വെള്ളത്തിൽ വീണത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ എല്ലാവരും വേണം? എന്തായാലും ആട്ടെ, ചുമ്മാ കിട്ടുന്നതല്ലേ, രാജാവെങ്കിൽ രാജാവ് ആവട്ടെ എന്ന് കരുതി. അപ്പോൾ പുള്ളിയെ കൊണ്ട് രാജാപ്പം സിംഹം മാറിക്കൊടുത്തു. ഇനി ഇപ്പോഴത്തെ രാജാവാരാ? ഈ വെള്ളത്തിൽ വീണ ഈ മുതല, അതിനെ അവിടെ രാജാവിൻ്റെ ആസ്ഥാനത്ത് കൊണ്ടിരുത്തി നല്ല ഭക്ഷണമൊക്കെ കൊടുത്തു. കുറുക്കനാണെങ്കിൽ ഇന്ന് ജീവിതത്തിൽ ഇത്രയും ഒരുമിച്ച് പാലപ്പവും ചിക്കൻ സ്റ്റൂവും കൂടെ കഴിച്ചിട്ടില്ല. എല്ലാ സ്റ്റൂവും കൂടെ നല്ല മൃഷ്ടാനം ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങി.
ഇങ്ങനെ ഉറങ്ങി കുറേ കഴിഞ്ഞപ്പം, രാത്രി കുറേ സമയം കഴിഞ്ഞപ്പം അങ്ങേക്കരയെന്ന് ആരൊക്കെയോ ശബ്ദം ഉണ്ടാക്കും. നല്ല പരിചയം, കസിൻസാ, മനസ്സിലായി. കുറച്ചുകൂടെ ശ്രദ്ധിച്ചപ്പം ബന്ധമുള്ളവരാ, കുടുംബക്കാരാ. പെട്ടെന്ന് അറിയാതെ ഓരിയിടാൻ ഒരു ട്രെൻഡ്. പക്ഷെ ഇടാൻ പറ്റൂലല്ലോ, ഞാൻ ആരാ? രാജാവാ. രാജാവിന് എന്തിടാൻ പറ്റൂല? ഓരിയിടാൻ പറ്റൂല. അപ്പൊ പുള്ളി ഇങ്ങനെ കഷ്ടപ്പെട്ട് പിടിച്ചു നിൽക്കുക. കുറച്ചു നേരമൊക്കെ പിടിച്ചു നിന്നു. എത്ര നേരം ഒന്നും കണ്ടാ പിടിച്ചു നിൽക്കുന്നേ? അവസാനം കുറെ കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് പുള്ള നിയന്ത്രണം വിട്ടിട്ട് പുള്ളി ഓരിയിടാൻ തുടങ്ങി. ഓരിയിടാൻ തുടങ്ങിയപ്പോഴാണ് സിംഹത്തിന് മനസ്സിലായത് ഇത് പുറത്ത് മാത്രമേ ഉള്ളൂ വ്യത്യാസം, അകത്തിപ്പോഴും കുറുക്കനാ. ഏതെങ്കിലും വെള്ളത്തിൽ സ്നാനപ്പെട്ടതുകൊണ്ട് നാം മറ്റൊരാളാവില്ല. ഇന്ന് പലരുടെയും വിചാരം ഏതെങ്കിലും കുളത്തിലോ കിണറ്റിലോ കമന്നു വീഴുകയോ മറിഞ്ഞു വീഴുകയോ ചെയ്താൽ അവൻ പുതിയ സൃഷ്ടിയൊന്നും ആവില്ല, ലുക്ക് മാറും, മീശ ഇല്ലാതാവും എന്നുള്ളതേ ഉള്ളൂ. അടിസ്ഥാനപരമായി പുറത്തു നിന്ന് പണ്ടത്തെ ചില ശീലങ്ങൾ, ഓരിയിടുന്ന ശീലമുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ അറിയാതെ അത് പുറത്തോട്ട് വരും. അതിൻ്റെ കാരണം യു ഹാവ് നോട്ട് ചേഞ്ച്ഡ് ദ വേ യു യൂസ് ടു ബി. അതുകൊണ്ട് ഈ പുറത്ത് കാണുന്നതിനെ അല്ല നമ്മൾ എന്തെന്ന് പറയുന്നത്, രൂപാന്തരം എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായി നമ്മുടെ ശീലങ്ങളിലും മാറ്റം ഉണ്ടാവണം. നമ്മുടെ ആന്തരിക മനുഷ്യന്, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അകത്തെ മനുഷ്യൻ, ആന്തരിക മനുഷ്യൻ, അവൻ ബലപ്പെടണം. ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വയറ് നിറയുമ്പോൾ ഓരിയിടണമെന്ന് തോന്നും. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകരുത്, നിങ്ങൾ രൂപാന്തരപ്പെടണം. Let God transform you into a new person by the way you think, by changing the way you think. ഇനി ഇച്ചിരി സ്റ്റാൻഡേർഡ് ഉദാഹരണം പറയാം. മറ്റേ ബാലരമയായിരുന്നല്ലോ. അല്ല, നിങ്ങളായിരിക്കും ഇയാളെ മാത്രമേ കിട്ടിയുള്ളൂ, ബാലരമ വായിക്കുന്നവർ ഞങ്ങൾ വേറെ ഉണ്ടല്ലോ എന്നതുകൊണ്ട് ഒരു ഇച്ചിരിയുടെ ഒരു സ്റ്റാൻഡേർഡുള്ള ഉദാഹരണമായിട്ട് അടുത്ത് പറയാം. ഇത് ഹിറ്റ്ലറാണ്, അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. ലോകമഹായുദ്ധ കാലത്ത് ഹിറ്റ്ലറിൻ്റെ പട്ടാളത്തിൽ ഒത്തിരി ചാരന്മാരുണ്ടായിരുന്നു. ഈ ചാരന്മാരെന്ന് പറയുന്നത് സഭയിലും ഉണ്ട്, ചോർത്തി കൊടുക്കുന്നവരെയാണ് ചാരന്മാരെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെ ഉണ്ടോ? പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ, നിങ്ങളുടെ ഇടയിൽ ചില നുഴഞ്ഞു കയറ്റക്കാർ. നമ്മൾ വിചാരിച്ചത് കാർഗിലിൽ മാത്രമേ ഉള്ളൂ, അങ്ങനെയല്ല. പൗലോസ് അപ്പോസ്തലൻ അങ്ങ് ചങ്ക് പൊട്ടി പറയുക, നിങ്ങളുടെ ഇടയിൽ ചില നുഴഞ്ഞു കയറ്റക്കാർ. ഐ നോ there are intruders among you. അപ്പോൾ ഹിറ്റ്ലറിൻ്റെ പട്ടാളത്തിൽ ചില ആളുകൾ നുഴഞ്ഞു കയറി. ഹിറ്റ്ലറിന് ഇത് അറിയാം, പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റൂല. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വളരെ ട്രസ്റ്റഡായ ചില, വിശ്വസിക്കാൻ പറ്റുന്ന ചില ഉദ്യോഗസ്ഥരെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കറിയാം നമ്മുടെ പട്ടാളത്തിൽ ചാരന്മാരുണ്ട്, ഇംഗ്ലീഷുകാരുണ്ടെന്ന്. പക്ഷേ അവർ നല്ല അസാധ്യമായ വിധത്തിലാണ് ഈ ജർമ്മൻ ഭാഷ സംസാരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അവരെ തിരിച്ചറിയണം. അങ്ങനെ എല്ലാവരും കൂടി ആലോചിച്ചൊരു വഴി കണ്ടുപിടിച്ചു. അതെന്താണെന്നറിയാമോ? ഇങ്ങനെ മാർച്ച് ചെയ്യുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ് മാർച്ച് ചെയ്ത് പോകുമ്പം പെട്ടെന്ന് മുമ്പിൽ പോകുന്നവൻ്റെ കാലയിൽ ഒരൊറ്റ ചവിട്ട് ചവിട്ടണം. ചവിട്ടുമ്പം അവൻ ആദ്യം ഇംഗ്ലീഷേ പറയൂ. പള്ളിയിലിരിക്കുമ്പോൾ പറയുന്ന ഭാഷയല്ല, ചവിട്ട് കിട്ടുമ്പോൾ പറയുന്ന ഭാഷയാണ് കറക്റ്റ് ഭാഷ. കാരണം മറ്റേത് പഠിച്ചിട്ടേ ഉള്ളൂ, ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ ഇപ്പോഴും ഇംഗ്ലീഷുകാരനാണ്. വേദപുസ്തകത്തിലെ കഥാപാത്രം പറയുകയാണെങ്കിൽ യൂദ 3.5 കൊല്ലം നടന്നു, പക്ഷേ he couldn't change the way he think. അതുകൊണ്ടാണ് ഈ ഒരു പാപിനിയായ സ്ത്രീ വന്ന വലിയ വില കൂടിയ വെൺകൽ ഭരണിയൊക്കെ പൊട്ടിച്ച് അതിൻ്റെ അകത്തെ തൈലമൊക്കെ പുരട്ടിയപ്പോൾ പുള്ളി പറയുക, എന്താ പറയണേ, ഷോ ഇത് പാവങ്ങൾക്ക് ആ അക്കിക്കാവി കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ എത്ര പേർക്ക് പ്രയോജനപ്പെട്ടേനെ. നമുക്കിപ്പോഴും
നമ്മുടെ ചിന്തകളെ മാറ്റിയെടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. അവിടെയാണ് ദാവീദ് വ്യത്യസ്തനാവുന്നത്. ലോകത്തിൻ്റെ യുക്തിക്ക് നിൽക്കാതെ ദാവീദ് തൻ്റെ ശീലം എന്താണെന്ന് ഉറക്കെ പറയുക. കല്ലും കവണയും. കല്ലും കവണയും ദൈവകൃപയുടെ പ്രതീകങ്ങളാണ്. നേരെ മറിച്ച് ഗദയും പടച്ചട്ടയും ശിരോവസ്ത്രവും ഒക്കെ, അല്ലെങ്കിൽ ഹെൽമെറ്റും ഒക്കെ, അത് അധികാരത്തിൻ്റെയും ഈ ലോകത്തിൻ്റെയും ചിഹ്നങ്ങളാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ബാലൻ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവിടെ വേറെ പിള്ളേരുടെ ഒന്നും അപ്പം ഇല്ലായിരുന്നെന്ന്? എല്ലാം ഉണ്ടായിരുന്നു, പൂഴ്ത്തി വെച്ചിരിക്കുമായിരുന്നു. മനസ്സിലായോ? ഇപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിലും സ്കൂളിലോ ഈ ലവ് ഫീസ്റ്റിനോ ഒക്കെ ചോറ് തന്നു വിടത്തില്ലേ? അതോ പിണ്ണാക്കാണോ തന്നു വിടുന്നത്? ചോറ തന്നെ. ചോറൊക്കെ തന്നു വിടുമ്പോൾ അതിൻ്റെ അകത്ത് മുട്ട ഒക്കെ തരും. അപ്പോൾ അമ്മ എന്താ പറയുന്നത്? മോളെ, ആദ്യം ഈ മുട്ട നീ തന്നെ. അല്ല, അങ്ങനെയല്ലേ? ഉണ്ടോ? സത്യം. കാരണം ഇത് ഒരുത്തിനും കൊടുക്കരുത്, നീ വേണം ഇത് ആദ്യം കഴിക്കാൻ. എൻ്റെ വിചാരം അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളും വേദപാഠ ക്ലാസ്സിൽ പോയി കാണും. അതുകൊണ്ട് അവരാദ്യം അതങ്ങ് തിന്നും. നല്ല അനുസരണമുള്ള മക്കളായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് അവിടെ ആ കൊച്ചൻ്റെ മാത്രമേ അതുണ്ടായിരുന്നു. അങ്ങനെയല്ല, എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരുന്നു. പക്ഷേ മറ്റുള്ളവർ ചിന്തിച്ചതുപോലെയല്ല ആ ബാലൻ ചിന്തിച്ചത്. ട്രാൻസ്ഫോം ബൈ ചേഞ്ചിങ് ദ വേ യു തിങ്ക്. ഹെരോദാവിൻ്റെ അടുക്കൽ കൊട്ടാരത്തിലേക്ക് പോയ വിദ്വാൻമാർ, അവർ നമുക്കറിയാവുന്നത് കൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. അവർ യേശുവിനെ കണ്ടപ്പോൾ അവർ വേറെ വഴിയായി മടങ്ങിപ്പോയി. വന്ന വഴിയെ, കാരണം അവർ ചിന്തിച്ചത് യേശു രക്ഷകൻ മശിഹ കൊട്ടാരത്തിലാണ്. എന്നാൽ അവൻ പുൽക്കൂട്ടിലാണ് ജനിച്ചത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരതുവരെ ചിന്തിച്ച വഴിയെ അല്ല അവർ മടങ്ങിപ്പോകുന്നത്. സക്കായി യേശുവിനെ കാണുന്ന ഭാഗമുണ്ട്. യേശുവിനെ കാണുന്നതിന് മുൻപ് സക്കായി ചിന്തിച്ച ഒരു രീതിയുണ്ട്. എന്നാൽ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ സക്കായി പറയുക, ഞാൻ അന്യായമായി എടുത്തിട്ടുള്ളതൊക്കെ തിരിച്ചു കൊടുക്കുക. ഞാൻ ആരെയെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ അത് 4 മടങ്ങായി മടക്കി കൊടുക്കുക. അന്യായമായത് പുരയ്ക്കകത്ത് സൂക്ഷിച്ചുകൊണ്ട് അന്യായമായതെല്ലാം തനിക്ക് ന്യായമാണെന്ന് കരുതിക്കൊണ്ട് ആ ചിന്തയുമായി ഒരിക്കലും നിങ്ങൾക്ക് കർത്താവിനെ അനുഗമിക്കാനാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്ന് ഈ വീടിന്. എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട്, ഇവൻ അബ്രഹാമിൻ്റെ മകനാണ്. എന്താണ് അബ്രഹാമിൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ? അബ്രഹാമും ലോത്തും സ്വത്ത് വീതം വയ്ക്കുന്ന ഭാഗം നമുക്കറിയാം. അവർ രണ്ടുപേരും സ്വത്ത് വീതം വയ്ക്കുന്നു. വീട്ടിൽ നിന്നും അത്യാവശ്യം കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് അബ്രഹാമിനെ വിട്ടത്. പുള്ളിക്ക് സഹോദരനൊരു വീക്ക്നെസ്സാണ്. അതുകൊണ്ട് സഹോദരൻ എന്തെങ്കിലും ഒരു സങ്കടമൊന്നും കാണിച്ചാൽ സ്ട്രോങ്, സ്റ്റേ സ്ട്രോങ്, ബി സ്ട്രോങ്. അതുകൊണ്ട് ഈ സ്ട്രോങ് പറഞ്ഞാൽ പുള്ളി അവിടെ ചെന്നേ. കാരണം ആര് പറഞ്ഞു വിട്ടിട്ടുണ്ട്? സാറാ പറഞ്ഞിട്ടുണ്ട്, മണ്ടത്തരമൊന്നും കാണിക്കരുത്, നിങ്ങളൊരു ആണെന്ന് എനിക്കറിയാം, പക്ഷേ ബി സ്ട്രോങ്. എപ്പോഴും ഇങ്ങനെ സ്ട്രോങ് ആയിരിക്കണം. പുള്ളി ഇങ്ങനെ സ്ട്രോങ് പറഞ്ഞ് അവിടെ ചെന്നു. ഈ അനിയനെ കണ്ടപ്പോഴേ പുള്ളിയുടെ സ്ട്രോങ് അങ്ങ് പോയി. അപ്പോൾ ചോദിച്ചു, നിനക്ക് എന്തോ മോനെ വേണ്ടിയേ? അപ്പോൾ അവൻ നല്ല യൂണിവേഴ്സിറ്റി പഠിച്ചാ. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ആണ്ട വെള്ളമുള്ള സ്ഥലമുണ്ടല്ലോ അത് മതി. അപ്പം നിനക്കത് മതിയോ? മതി, അങ്ങ് നീ അതെടുത്തു, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മതി. തിരിച്ച് വീട്ടിൽ ചെന്നപ്പം ലോത്ത് വലിയ ഓടിയാ ചെന്നേ. കാരണം എന്താണ്? അടിച്ചു മാറ്റിയതിൻ്റെ സന്തോഷമാണ്. അബ്രഹാം വീട്ടിൽ ചെന്നു. സാറ അന്ന് പഠിച്ച കുമാരനാശാൻ്റെ ശ്ലോകത്തിലെ ചില പുതിയ വരികൾ അബ്രഹാമിനെ ചൊല്ലിക്കേൾപ്പിച്ചു. സംഭവാമി ഗുഹേ എന്നൊക്കെ പറയുന്ന പുതിയ ഇതുവരെ അബ്രഹാം കാരണം ഇതുപോലൊരു അക്കിടി പറ്റിയേച്ച് വരുന്ന വരവ് കണ്ടാൽ ലോട്ടറി അടിച്ചിട്ട് വന്നതാണ്. ഒന്നും കൊടുത്തില്ല, ഇന്ന് നിങ്ങൾ കഴിക്കണ്ട. അവിടെ ലോത്തിൻ്റെ ഭാര്യ മിസ്സസ് ലോത്ത്, നമ്മുടെ സോൾട്ട് മാങ്കോട്രിയായ ആൻറ്റി ഉണ്ടല്ലോ, ആ ആൻറ്റി ബിരിയാണിയൊക്കെ വെട്ടി കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന് അടിച്ച് സന്തോഷമായിരിക്കുക. അബ്രഹാം ഒരു തരി ചോറും ഇല്ലാതെ വിശന്ന് കിടക്കുക.
കുന്നംകുളം കൺവെൻഷന് പോയിരുന്നെങ്കിൽ അവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ. അന്ന് കൺവെൻഷനും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഒന്നും കഴിക്കാൻ കിട്ടിയില്ല. വിശന്ന് അവിടെ കിടന്നു. ലോത്താണെങ്കിലോ നല്ല മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് ഉറങ്ങി. രണ്ടുപേരും ഉറങ്ങി കേട്ടോ. നിങ്ങൾ വിചാരിക്കരുത് അബ്രഹാം ഉറങ്ങാതെ കിടന്നെന്ന്. ലോത്ത് ഉറങ്ങിയത് വെട്ടിപ്പിടിച്ചതിൻ്റെ സന്തോഷം കൊണ്ടാണ്, അബ്രഹാം വിട്ടുകൊടുത്തതിൻ്റെ സന്തോഷം കൊണ്ടാണ്. ട്രാൻസ്ഫോം ബൈ ചേഞ്ചിങ് ദ വേ യു തിങ്ക്. അതുകൊണ്ട് ഈ രൂപാന്തരം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ പുതുക്കം കൂടെയാണ്. മനസ്സ് എന്ന് പറയുമ്പോൾ ഹൗ യു തിങ്ക്, നമ്മൾ ചിന്തിക്കുന്ന രീതികളിൽ സംഭവിക്കേണ്ട മാറ്റം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ രൂപാന്തരം എന്നത് ബോധതലത്തിൽ സംഭവിക്കണം. അപ്പോഴാണ് അത് ബോധ്യമായി മാറുന്നത്. എന്തുകൊണ്ടാണ് ഒരു ദൈവ പൈതലായി ഇത്രയും കാലം ജീവിച്ചിട്ടും നമുക്കിപ്പോഴും ഭക്തിയും വിശ്വാസവും ആരാധനയും വൈകാരികമായി മാത്രം നിൽക്കുകയും അത് ഒരു തരത്തിലും ചില ബോധ്യങ്ങളായി ചില നിലപാടുകളായി പരിണമിക്കാത്തതിൻ്റെ കാരണം രൂപാന്തരം ബോധതലത്തിൽ സംഭവിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ്. ധൂർത്തപുത്രൻ്റെ കഥയിൽ പറയുന്നുണ്ട്, അവന് സുബോധം വന്നു. ബോധ്യങ്ങളില്ലാത്തത്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ബോധതലത്തിൽ നമ്മെ രൂപപ്പെടുത്തുന്നില്ല എന്നതുകൊണ്ടാണ്. Allow God to transform you by changing the way you think. ഒരപ്പച്ചനെ കാണാൻ ഒരാൾ പോയി. തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ ആ അപ്പച്ചനെ കണ്ടു, പക്ഷെ പുള്ളി ഹീസ് ഓൺലി എ ഷാഡോ ഓഫ് ഹിസ് ഓൾഡ് സെൽഫ്. പുള്ളി പണ്ട് ഭയങ്കര പുലിയായിരുന്നു, ഇപ്പം വെറും ക്ഷീണിച്ച് വളരെ അവശനായി കിടക്കുകയാണ്. അപ്പം ആ അപ്പച്ചനെ കണ്ടപ്പോൾ ഈ മനുഷ്യൻ പറയാണ്, ഹീസ് ഓൺലി എ ഷാഡോ ഓഫ് ഹിസ് ഓൾഡ് സെൽഫ്. രൂപാന്തരം സംഭവിച്ച മനുഷ്യർ എന്ന നിലയിൽ we must be the shadow of our future self. അതിനാണ് ബോധതലത്തിൽ രൂപാന്തരം സംഭവിക്കണം. നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. എന്താണ് ഈ മനസ്സ് പുതുക്കി ബോധതലത്തിൽ രൂപാന്തരം സംഭവിക്കുക? അതിന് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന മറ്റൊരു വാക്കാണ് ക്രിസ്തുവിൻ്റെ ഭാവം. വാട്ട് ഈഫ് ക്രൈസ്റ്റ് വെയർ ഇൻ മൈ ഷൂസ്. ഞാൻ ഈ ചെയ്യുന്ന കാര്യം എൻ്റെ സ്ഥാനത്ത് ക്രിസ്തു ആയിരുന്നെങ്കിൽ എങ്ങനെ ചെയ്യും? അതിനെയാണ് ക്രിസ്തുവിൻ്റെ ഭാവം എന്ന് പറയുന്നത്. അങ്ങനെ ബോധതലത്തിൽ നമ്മുടെ ചിന്താഗതികളിൽ സംഭവിക്കുന്ന മാറ്റം, അത് സംഭവിച്ചത് കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. കാരണം ജീവിക്കുന്നത് ലാഭവും മരിക്കുന്നത് നഷ്ടവുമായി കാണുന്ന ഒരു കാലത്ത് ഇത് പറയാൻ പൗലോസ് അപ്പോസ്തലനെ കഴിയൂ. എനിക്ക് ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവാണ്, ഇനി അവന് വേണ്ടി മരിച്ചാൽ അത് ലാഭമാണ്. ഇതിനാണ് ബോധ്യം എന്ന് പറയുന്നത്. കാരണം പൗലോസ് അപ്പോസ്തലന്റെ മാനസാന്തരം വെറും വികാരത്തിൻ്റെ വിക്ഷോഭമല്ല, ചില വൈകാരികമായ ആഘോഷങ്ങളല്ല, വികാരത്തിൻ്റെ അതിപ്രസരവുമല്ല. പൗലോസ് അപ്പോസ്തലന്റെ ബോധതലത്തിൽ പൗലോസ് അപ്പോസ്തലന് രൂപാന്തരം സംഭവിച്ചു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ലെറ്റ് ഗോഡ് ചേഞ്ച് യു ബൈ ചേഞ്ചിങ് ദ വേ യു തിങ്ക്. ഈ ബോധ്യമുള്ളത് കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ യോഗ്യതകളുടെ വലിയൊരു ലിസ്റ്റ് അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനാണ്, ഇനി എൻ്റെ കുടുംബം പറഞ്ഞാൽ ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരനാണ്, ഞാൻ ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചവനാണ്, പക്ഷേ ഇതൊക്കെ എനിക്ക് വെറും ചപ്പാണ്. ഐ കൺസിഡർ ഓൾ ദീസ് ആസ് റബ്ബിഷ്. ദൈവത്തിന് സ്തോത്രം. ഇതൊരു ബോധ്യമാണ്. ദമസ്കോസിൽ പൗലോസിന് സംഭവിച്ച മാനസാന്തരം ഒരു വെളിച്ചം കണ്ടപ്പോൾ, കണ്ണിന് താങ്ങാനാവാത്ത ഹൈ വോൾട്ടേജ് വെളിച്ചം കണ്ടപ്പോൾ ഉള്ള ഒരു ബോധക്കേടല്ല. ബോധതലത്തിൽ
മാറ്റം സംഭവിക്കുമ്പോഴാണ് ബോധ്യങ്ങൾ ഉണ്ടാവുന്നത്. ഒരുപക്ഷെങ്കിലും ഒരു യഹൂദന് പുകഴാനുള്ള ചില കണക്കുകളാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. തൻ്റെ വിദ്യാഭ്യാസം, തൻ്റെ വംശം, തൻ്റെ കുലം, തൻ്റെ പെഡിഗ്രി. പക്ഷെ പൗലോസ് പറയുക, ക്രിസ്തു നിമിത്തം ഞാൻ ഇതിനെ ചപ്പെന്നും ഐ കൺസിഡർ ബിക്കോസ് ഓഫ് ക്രൈസ്റ്റ് ഓൾ ദീസ് തിങ്സ് റബ്ബിഷ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, മരിക്കുന്നത് ലാഭവുമാണ്. ആർ വി എ ഷാഡോ ഓഫ് അവർ ഫ്യൂച്ചർ സെൽഫ്? വരാനിരിക്കുന്ന രൂപാന്തരപ്പെട്ട ശരീരത്തിൻ്റെ നിഴലായി ജീവിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നാം ഒരു രൂപാന്തരപ്പെട്ട ജീവിതമായി മാറുന്നത്. ഇത് നമുക്ക് തനിയെ സാധിക്കില്ല. അതാണ് ഒന്നാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്ന കാര്യം. യു ക്യാൻ ബട്ട് ബൈ ദ മെഴ്സീസ് ഓഫ് ഗോഡ്. ഇത് സാധിക്കുന്നത് സ്വന്തം ബലത്തിൽ സാധിക്കില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ഹിം ഹു ഇൻഫ്യൂസസ് സ്ട്രെങ്ത് ഇൻടു മീ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഇറ്റ് ഈസ് പോസിബിൾ ബൈ ദ മെഴ്സീസ് ഓഫ് ഗോഡ്. ഒരുപക്ഷെ ചില ശീലങ്ങൾ, ചില ചിന്താരീതികൾ നമുക്ക് മാറ്റിയെടുക്കാൻ നമ്മുടെ സ്വന്തം നിലയിൽ കഴിഞ്ഞു വരില്ല. പക്ഷേ അതൊക്കെ സാധിക്കും എന്നെ ശക്തനാക്കുന്നവൻ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഈ വലിയ അത്യന്ത ശക്തി, ഈ വലിയ കൃപയുടെ അത്യന്ത വ്യാപാരം എൻ്റെ മൺകൂടാരത്തിൽ പകർന്നിരിക്കുന്നത് കൊണ്ട് എനിക്ക് ചില ബോധ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ബോധതലത്തിൽ, എൻ്റെ ചിന്താ പദ്ധതിയുടെ തലത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുക. ലെറ്റ് ഗോഡ് ചേഞ്ച് യു ടു എ ന്യൂ പേഴ്സൺ ബൈ ചേഞ്ചിങ് ദ വേ യു തിങ്ക്. 11:15 അമൃതയ്ക്ക് പോകണം. അതുകൊണ്ട് വേഗത്തിലൊരു കൊച്ചു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. അല്ലെ തിരിച്ചു വന്നാൽ നാളെയും പ്രസംഗിക്കണമെന്ന് തോന്നിയാൽ എന്തു ചെയ്യും? ജക്കത്തോസച്ചിനും പ്രശ്നമാവും, എനിക്കും പ്രശ്നമാവും. അപ്പം അതുകൊണ്ട് ദൈവം വലിയവനാണ്, അതുകൊണ്ട് പെട്ടെന്ന് തീർത്ത്. എന്തിനാ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നത്? കാരണം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടെങ്കിലേ ദൈവഹിതം അറിയാൻ പറ്റും. അതാണ് അതിൻ്റെ കാര്യം. അവിടെ പറയുന്നുണ്ട്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ചേഞ്ചിങ് യുവർ മൈൻഡ്? ടു നോ ഗോഡ്സ് വിൽ. ദൈവഹിതം അറിയാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട ഒരാൾക്കേ സാധിക്കൂ. അവിടെ പറയുന്നുണ്ട് എങ്ങനെയാണ്? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. എല്ലാവർക്കും കൺഫ്യൂഷനാണ് ദൈവഹിതം എന്താണെന്ന്. അതിൻ്റെ സംഭവം ഇത്രയേ ഉള്ളൂ. അതറിയാൻ വേണ്ടതുപോലെ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം നമുക്ക് രൂപാന്തരമൊക്കെ ഉണ്ട്, ചില ശീലങ്ങളൊക്കെ നമ്മൾ വിട്ടു, പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന വിധം വ്യത്യാസമാണ്. Then you will be able to test and approve what is God's will. ദൈവഹിതം ജീവിതത്തിൽ എന്താണെന്ന് ഉറപ്പിക്കണമെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ദൈവഹിതം എന്താണ്? All that reflects God's character is God's will. ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നതെല്ലാം ദൈവഹിതമാണ്. അതിനുവേണ്ടി വലിയ ഗവേഷണമൊന്നും നടത്തണ്ട. 1 യോഹന്നാൻ 4:8 പറയുന്നുണ്ട്, ദൈവം സ്നേഹമാണ്. തിരുമേനി പറഞ്ഞു കഴിഞ്ഞു. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവൻ ആരാണ്? 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അവിടെ രസകരമായ ഒരു വാക്യമുണ്ട്. 1 യോഹന്നാൻ 2 അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ
അവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. അടുത്ത വാക്യം, ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിൻ്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. ദൈവം സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രകാശിപ്പിക്കുന്ന എല്ലാം ദൈവഹിതമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേദപുസ്തകത്തിലെ ഒരു വാക്യമാണ് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ. ഒരാൾ കർത്താവിനോട് വന്ന് ചോദിക്കുന്നുണ്ട്, ഏറ്റവും വലിയ കൽപ്പന ഏതാ? കർത്താവ് ഒന്ന് മൊത്തത്തിൽ നോക്കിയിട്ട് പറഞ്ഞു, ദൈവത്തെ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. ഇതാണ് ഏറ്റവും വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. ഇനിയാണ് അതിൻ്റെ പഞ്ച്. അത് ഇംഗ്ലീഷിലില്ല. മലയാളം വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, ഏതാണ് ഏറ്റവും വലിയ കൽപ്പന? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇതാണ് ഏറ്റവും വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത്, അതാണ് ഇനി അടുത്തത്. കർത്താവ് പറയുക, രണ്ടാമത്തേത് ഇതിനോട് സമം. ആ ഒരു 1.5 പ്രയോഗമാണ്. ആ ഒന്നാം ഭാഗം നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ സഹോദരനെ സ്നേഹിക്കുന്നത്, അയൽക്കാരനെ സ്നേഹിക്കുന്നത് എന്തിനോട് സമമാണ്? വലിയ കൽപ്പന ഏതാണ്? ദൈവത്തെ സ്നേഹിക്കുക എന്നത് തന്നെയാണ്. പക്ഷേ ആ രണ്ടാമത് പറയുന്നതുണ്ടല്ലോ, അത് ഏറ്റവും വലിയ കൽപ്പനയ്ക്ക് സമമാണ്. രണ്ടാമത്തേത് ഇതിനോട് സമം. ദൈവഹിതം, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം. ദൈവഹിതം അറിയാൻ ദൈവത്തിൻ്റെ സ്വഭാവം അന്വേഷിച്ചാൽ മതി. ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രകാശിപ്പിക്കുന്നതെല്ലാം ദൈവഹിതമാണ്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപപ്പെടരുത്. ഡു നോട്ട് കോപ്പി ദ ബിഹേവിയർ ആൻഡ് കസ്റ്റംസ് ഓഫ് ദിസ് വേൾഡ്. 3 തരത്തിൽ ഈ ലോകത്തോട് അനുരൂപപ്പെടാം. 1, കഴിക്കുന്നതിനെക്കുറിച്ചും കുടിക്കുന്നതിനെക്കുറിച്ചും ഉടുക്കുന്നതിനെക്കുറിച്ചുമുള്ള അമിതമായ വിചാരപ്പെടലിലൂടെ. 2, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇത്തരം കാര്യങ്ങളിലുള്ള അമിതമായ ആസക്തി. 3, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ ശൗലിൻ്റെ പടച്ചട്ടയും വാളും അനുകരിക്കുന്ന മനുഷ്യർ. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ മുന്നോട്ട് പറയുന്നത്, നിങ്ങൾ ലോകത്തിന് അനുരൂപപ്പെടരുത്, നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ലെറ്റ് ഗോഡ് ട്രാൻസ്ഫോം യു ബൈ ചേഞ്ചിങ് ദ വേ യു തിങ്ക്. നമ്മുടെ അകത്തെ മനുഷ്യൻ, നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ നമ്മെ രൂപപ്പെടുത്തട്ടെ. രൂപാന്തരം, ചിന്താ പദ്ധതിയിലുള്ള മാറ്റം ബോധതലത്തിൽ സംഭവിക്കുമ്പോൾ രൂപാന്തരം എന്നത് ചില ബോധ്യങ്ങളായി, ചില കൺവിക്ഷൻസായി മാറും. ഇത് നമുക്ക് തനിയെ സാധിക്കില്ല. ഇത് സാധിക്കണമെങ്കിൽ അവൻ്റെ കൃപ വേണം. ഇറ്റ് ഈസ് പോസിബിൾ ബട്ട് ബൈ ദ മേഴ്സീസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കൃപയാൽ. എന്തിനാണ് നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നത്? അവൻ്റെ ഹിതമറിയാൻ. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിൻ്റെ ഹിതമറിയാൻ. എന്താണ് ദൈവഹിതം? ദൈവത്തിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നതെല്ലാം ദൈവത്തിൻ്റെ ഹിതമാണ്. അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രകാശനങ്ങളായി വരാനിരിക്കുന്ന നിത്യജീവൻ്റെ നിഴലായി നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാം. ആ വാക്യം ഒന്നുകൂടെ ഞാൻ വായിച്ച് ധ്യാനത്തിന് അവസാനം കുറിക്കട്ടെ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.